അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്നതൊക്കെ അവൻ്റെ അടുക്കൽ സ്വീകാര്യതയുള്ള വലിയ അമലായി കബൂലാക്കുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാൻ ഉമ്മമാർക്കുണ്ടാകേണ്ട ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു. അവർ പറഞ്ഞു, ഇനി ഭർത്താക്കന്മാർക്കുണ്ടാകുന്ന ഗുണങ്ങൾ ഒരു ദിവസം നിങ്ങൾ പറയണം എന്നൊക്കെ അവരുടെ ആവശ്യപ്പെട്ടപ്പോൾ, അതിൽ നിന്ന് അവർക്ക് ഭർത്താക്കന്മാരാകുന്ന നമ്മൾക്കുണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഗുണങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തേത് സ്നേഹവും കരുതലും കെയർ നൽകുന്നവനും ആയിരിക്കണം. ക്ഷമയും വിട്ടുവീഴ്ച മനോഭാവമുള്ളവനായിരിക്കണം. പലപ്പോഴും നമ്മളിൽ ഇല്ലാത്ത ഒരു ഗുണം, നമ്മളിൽ എന്ന് പറഞ്ഞാൽ എന്നിലും നിങ്ങളിലും ഇല്ലാത്ത ഒരു ഗുണമായി ക്ഷമയും വിട്ടുവീഴ്ച, ഏത് കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു മനസ്സ് നമ്മളിലുണ്ടായി നമ്മൾ മാതൃക കാണിക്കണം. മൂന്നാമത്തത് കുടുംബത്തിൻ്റെ സാമ്പത്തികവും അല്ലാത്തതുമായ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കണം. സാമ്പത്തികം പൈസ ഇത്രയും കൊടുത്തിട്ട് നമ്മളങ്ങനെയാണ്, ഭർത്താവ് ഭാര്യ നമ്മളോട് വിളിച്ചു ചോദിക്കുക അവിടെ പോകാനുണ്ട് പൈസ, അപ്പോൾ പൈസ ഇഷ്ടംപോലെ നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ മറ്റ് ഉത്തരവാദിത്തം, അവളുടെ വീട്ടിൽ കല്യാണങ്ങൾ, സൽക്കാരങ്ങൾ, മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പോകാറില്ല. പൈസ കൊണ്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ പോരാ, സാമ്പത്തിക ഉത്തരവാദിത്തോടുകൂടെ മറ്റുള്ള ഉത്തരവാദിത്തങ്ങളും കൃത്യമായി നമ്മൾ നിർവഹിക്കണം. അതുപോലെ തന്നെ ഭാര്യയുടെ അഭിപ്രായങ്ങളും ഇഷ്ടങ്ങൾക്കും വില കൊടുക്കണം. അതിലൊക്കെ നമുക്ക് വലിയ മാതൃകയുണ്ട്. ഹബീബ് മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധത്തിൽ തുടങ്ങുന്നതിൻ്റെ മുമ്പ് സ്വഹാബത്തോട് അഭിപ്രായം ചോദിച്ചു. മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് മലക്കുകളോട് അഭിപ്രായം ചോദിച്ചു. അപ്പോൾ അഭിപ്രായങ്ങൾ ചോദിക്കുക, ഭാര്യയുടെ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കുക, അതിനെ മാനിക്കുക, ഇതൊക്കെ നമ്മളിൽ ഉണ്ടാവേണ്ട ഒന്നാണ്. പിന്നെ ജീവിതത്തിൽ വിശ്വസ്തത പുലർത്തണം. അത് ഭാര്യയാകട്ടെ, ഭാര്യയെ നമ്മൾ വിശ്വസിക്കണം, ഭർത്താവിനെ ഭാര്യമാരും വിശ്വസിക്കണം. വിശ്വസ്തത കളങ്കപ്പെടുത്തുന്ന ഒന്നും നമ്മളിൽ ഉണ്ടാവരുത്. പിന്നെ ഭാര്യയുടെ കുറവുകളെ പരിഹസിക്കാതെ, ഭാര്യയുടെ തടിയിലാകട്ടെ, അവളുടെ സൗന്ദര്യത്തിലാകട്ടെ, സംസാരത്തിലാകട്ടെ, എന്താകട്ടെ, ആ ഭാര്യയുടെ കുറവുകളെ പരിഹസിക്കാതെ സ്നേഹത്തോടെ തിരുത്തുവാൻ നമ്മളൊക്കെ നമ്മളൊക്കെ നല്ല തയ്യാറാവണം. അതേപോലെ തന്നെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിവുള്ളവനാകുക. വീട്ടുജോലികളിലും കുട്ടികളെ വളർത്തുന്നതിലും ആ കാര്യങ്ങളിലൊക്കെ അവരെ സഹായിക്കുന്ന ഒരു മനസ്സ് നമ്മളിലൊക്കെ ഉണ്ടാകുക. കുട്ടികളെ, ഭാര്യയോടും കുട്ടികളോടും ഒരുമിച്ച് കളിക്കാനുള്ള സമയം കണ്ടെത്തുക. നമ്മളൊക്കെ വെറും കുട്ടികളുമായി വൈബിന് പോകുന്നതൊക്കെ ധാരാളം ഉണ്ടെങ്കിലും കുട്ടികളൊത്ത് വീട്ടിൽ വെച്ചിട്ട് കളിക്കുന്ന ഒരു സ്വഭാവം, ഭാര്യയോടൊത്ത് ഒരു സമയം അവർക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു സമയം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ ചെയ്യണമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ. അസ്സലാമു അലൈക്കും.